ഹലോ ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഈ കഴിഞ്ഞ ആഴ്ച വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്ന് വേറെ എന്തോ തിരക്കായിപ്പോയി, അപ്പോൾ അന്ന് എടുക്കാൻ പറ്റിയില്ല. വേറെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുപ്പ് നടക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇന്നിപ്പം വന്നിട്ട് ബുധനാഴ്ചയാണ്, ഷോപ്പിലാണിപ്പോൾ. ഇനിയിപ്പോൾ വൈകുന്നേരമായി, ഇവിടുന്ന് ഇറങ്ങാൻ കുറച്ച് സമയത്ത് നമ്മളിവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം വേറെ ഒന്നുമല്ല, ഇന്നിപ്പോൾ നമ്മൾ കഴക്കൂട്ടത്തൊരു സംഭവം, ഒരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു. കുറേ ഫുഡ്, തായ് ഫുഡ്, ചൈനീസ്, ജാപ്പനീസ്, അങ്ങനത്തെ ഫുഡിൻ്റെ ഒരു ഇത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ജാപ്പനീസ് ഫുഡായ രാമൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അത് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒറിജിനൽ സംഭവം അവൻ കഴിച്ചിട്ടില്ല. അവൻ അതിൻ്റെ ഒരു നൂഡിൽസ് മേടിക്കാൻ കിട്ടി ഈ പേരിൽ. അപ്പോൾ അവൻ അത് മേടിച്ചിട്ട് നമ്മുടെ ഈ ബോട്ടിൽ വരുന്ന ഒരു ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവൻ അത് സ്ഥിരമായിട്ട് വാങ്ങിച്ച് കഴിക്കുക, അത് ഭയങ്കര ഇഷ്ടമായിട്ട്, ആ ഫ്ലേവർ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മേടിച്ചാണ് അവൻ കഴിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടപ്പോൾ അതിൽ ഈ ഒരു പേര് കേട്ടപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പം അവനറിയില്ല. അപ്പം നമ്മൾ സസ്പെൻസായിട്ട് അവനെ വിളിച്ചിട്ട് അവിടെ പോയി അവന് ആ ഒരു സംഭവം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഫ്ലേവർ എന്താണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അവനോട് പറയാതെ അവനെ വിളിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. മീൻസ് അത് അങ്ങനെ പോകുമ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവൻ വന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട്. അവനോട് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവന് അങ്ങോട്ട് വരുന്നത് വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ കൃഷ്ണവാസിക്ക് അവനെ വിളിച്ചിട്ട് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. പാട്ട് അങ്ങനെ അവസാനം നമ്മൾ ആ സ്ഥലം കണ്ടുപിടിച്ച് എത്തി, ആ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പം നമ്മൾ എന്തായാലും ഇപ്പം അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. കുറേ മീൻസ് അറിയില്ലായിരുന്നു. ഇതിപ്പോൾ കഴക്കൂട്ടം ആൽസാജിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മളിവിടെ വന്നപ്പോഴും കണ്ടുപിടിക്കാൻ നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഏതായാലും സംഭവം ലൊക്കേഷനെ കിട്ടി എത്തി, റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും അകത്തേക്ക് കയറാം. അതേ ഇതാണ് നമ്മൾ തിരക്കി വന്ന സ്ഥലം. ആ റെസ്റ്റോറൻറ്റ് ഇതാണ്, മുകളിലാണെന്ന് പറഞ്ഞു. നമ്മൾ മുകളിലേക്ക് കയറാൻ പോവാം. വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് 1-2 സ്ഥലങ്ങളിലും കൂടെ ഇറങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഇറങ്ങി. ഇപ്പോൾ നല്ല ഇരുട്ടിയിട്ടുണ്ട്. മാപ്പിട്ടണമെന്ന് നമ്മൾ ഓഫ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതാണ് നമുക്ക് എത്തി ഡെസ്റ്റിനേഷനൊന്നും. അപ്പം നമ്മൾ എന്തായാലും മുകളിലേക്ക് കയറുന്നു. ഇവിടുത്തെ ഒരു ആംബിയൻസിനെ കാണിച്ചു തരാം കേട്ടോ. ആവശ്യം വരും ചിലപ്പോൾ. പേടിയാവുന്ന ആൾക്കാരൊക്കെ കണ്ടു. ഈശോയെ, ഇപ്പം ജാപ്പനീസ് ഭാഷ പഠിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞൂടാ. ഭാഷ അറിയാതെ ഞങ്ങൾ പെടും എന്നാണ് തോന്നുന്നത്. അവർക്ക് മലയാളം ഇംഗ്ലീഷൊന്നും അറിയാൻ തോന്നണില്ല. സംഭവം നമ്മളിവിടെ സ്കാൻ ചെയ്തിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ ഒരു സംഭവം ഓർഡർ ചെയ്തു. ഇതിൻ്റെ മെയിൻ സാധനം നമ്മൾ എന്തിനാണ് വന്നത്, നമ്മൾ അവിടെ നിന്ന് 2 സംഭവം നോക്കിയിട്ടാണ് വന്നത് അത് ചെയ്യാമെന്നുള്ളതിരിക്കും. അപ്പോൾ അതിൽ ഒരെണ്ണം ഇന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പം ഈ രാമൻ എന്ന് പറഞ്ഞ സംഭവം നമ്മളിപ്പോൾ ഓർഡർ ചെയ്തു. പക്ഷെ ഇവിടെ വേറെ ആരെയും കാണാനൊന്നുമില്ല. ഇവിടെ ഉള്ളവരൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പറയില്ല എന്ത് ചെയ്യണം എന്ന്. നമ്മൾ എന്ത് ചെയ്യും? അതവിടെ അത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. നമ്മൾ പറഞ്ഞ സംഭവം ഇവിടെ ഇല്ല എന്നുള്ളത്. അവർ പറഞ്ഞു ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണോ എന്നുള്ളത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ എന്തായാലും സെർച്ച് ചെയ്യട്ടെ.
അങ്ങനെ അവസാനം നമ്മൾ തപ്പിപ്പിടിച്ച ഒരു 3 ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് വരട്ടെ, അപ്പോൾ അറിയാം. നമ്മളിത് കൊറിയൻ ഡിഷല്ലേ ഓർഡർ ചെയ്തത്? കൊറിയൻ ജാപ്പനീസാണ് ഇപ്പോൾ ഓർഡർ ചെയ്തത്. ആ സംഭവം എനിക്ക് കിട്ടുമ്പോൾ അറിയാം എന്താണ് എന്നുള്ളത്. കഴിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. വലിയ കാര്യമായിട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. സംഭവമൊക്കെ കൊള്ളാം, ഇരിക്കാനും നല്ല ആംബിയൻസൊക്കെയാണ്. ഈ ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, നോക്കട്ടെ. ഇവിടെ എത്തിയപ്പോഴാണ് ഇവന് മനസ്സിലായത് ശരിക്കും ഈ ഒരു സംഭവം നമ്മൾ വാങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ കാണിച്ച് മെനു എടുത്തപ്പോഴും ഈ സംഭവം ആദ്യം കണ്ടപ്പോൾ ഇത് തന്നെ എന്ന് പറഞ്ഞ് ഇവിടെ ബഹളമൊക്കെ വെച്ച്. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വരുമല്ലോ. വരുമ്പോൾ ഇവ എങ്ങനെ കഴിക്കും എന്നാണ് എനിക്ക് അറിയേണ്ടത്. ആ സ്റ്റിക്ക് വെച്ചിട്ട് കഴിക്കുമോ അല്ലാണ്ട് ഫോർക്ക് വെച്ച് കഴിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കണം. ഇനി ആ സാധനം വരുമ്പോഴേ എങ്ങനെ കഴിക്കും? സ്റ്റിക്ക് വെച്ച് കഴിക്കും. അത് നിനക്കറിയോ കഴിക്കാൻ? അത് ഇപ്പം പഠിച്ചിട്ട് അതിനകത്ത് ഡിഷ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്തായാലും നമുക്ക് കഴിക്കുമ്പോൾ നോക്കാം എങ്ങനെ അവൻ കഴിക്കുമോ. ഫോർക്ക് മതി. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഹലോ ഗൈസ്, ഇത് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നീ കഴിച്ചോ? അവിടെ ക്ലാസ്സൊക്കെ എടുത്ത് യൂട്യൂബ് വഴി പഠിച്ചിട്ടിരിക്കും. ചൂടാണ്, ചൂട്. ഇത് തന്നെ, ഇതാണ് പരിപാടി. ഇതാണോ ചോപ്സ്റ്റിക്ക് വെച്ച് തിന്നണം? കഴിച്ചു കൊള്ളാവുന്നു. കൊള്ളാം. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നിൽക്കാം. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച ഞാൻ വീട്ടിൽ ഉണ്ടാക്കി. കുഴപ്പമില്ല, കൊള്ളാം. ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. വേറെ ഫ്ലേവറാണ്. കുഴപ്പമില്ല, കൊള്ളാം. എന്നെ വെല്ലു വിളിച്ചേക്കാണ്. 2 സെക്കൻഡ് പഠിച്ചു. അവ ഈ കാര്യമൊക്കെ പെട്ടെന്ന് പഠിച്ചോളൂ. നല്ല കാര്യമാണെങ്കിലും പ്രശ്നമുള്ളൂ. ഞങ്ങൾ ഈ ഒരു റൈസ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ റൈസ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ചിക്കൻ അപ്പം നിങ്ങൾ കഴിക്കട്ടെ. സ്പൂണും ഫോർക്കും വേണ്ട. കൈ ബാക്കിയുള്ള
നമ്മളത് കഴിച്ചു. നമുക്ക് വേറെ രണ്ട് ഡിഷും കൂടി വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഓർഡർ ചെയ്തു. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്നെങ്കിൽ നെറ്റ് കിട്ടണില്ല. അങ്ങനെ അവസാനം തപ്പിപ്പിടിച്ച് നെറ്റില്ലാണ്ട് ഇവിടെ വന്നിട്ട് യാതൊരു കാര്യമില്ല. ഓർഡർ ചെയ്യണമെങ്കിൽ നെറ്റ് വേണം. ഇവിടെ വന്നപ്പോൾ നെറ്റ് എടുത്ത സ്ലോ ആയിരുന്നു. ഇപ്പം തൽക്കാലം ഞങ്ങൾ അടുത്ത ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ബീഫാണ് നമ്മൾ ആദ്യം മേടിച്ചത്. അപ്പോൾ ചിക്കൻ്റെ ഇപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ പേരൊരു കൊള്ളാത്ത പേരാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവം. ഏകദേശം ഈ ഒരു നമ്മൾ വാങ്ങിച്ച ടൈപ്പിലെന്നാണ് അവർ പറഞ്ഞത്. അതിന് ചെറിയൊരു ഫ്ലേവർ വ്യത്യാസം വരുന്നുണ്ട് ടേസ്റ്റിൽ. അതും പിന്നെ ഒരു റൈസ് അല്ലേ നമ്മൾ പറഞ്ഞത്, മീനു റൈസ് അല്ലേ പറഞ്ഞത്? മീൻസ് നൂഡിൽസ് ആണോ ഫ്രൈഡ് റൈസ് ആണോ? ഫ്രൈഡ് റൈസിൻ്റെ തന്നെ വേറൊരു സംഭവമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്തായാലും നോക്കട്ടെ. പിന്നെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവരിതൊക്കെ തന്നെ അവസ്ഥ. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് സംഭവം ഓർഡർ ചെയ്യുന്നത്. ഞാൻ മാത്രം കുഴപ്പമില്ല, ഒരു മുപ്പത് നോക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് കിട്ടില്ല, നെറ്റ് കിട്ടത്തില്ല. ഒന്നെങ്കിൽ സ്ഥലത്തിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ എപ്പം ഞങ്ങൾക്ക് മനസ്സിലാവില്ല. എല്ലാവരുടെയും അവസ്ഥയിലൊക്കെ തന്നെ ഞങ്ങൾക്കൊരു സമാധാനം, ഞങ്ങളെ കുഴപ്പമില്ല. അതെ, അതൊന്നുകൂടെ പറയൂ, അതൊന്നുകൂടെ പറയൂ. പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട്. വേറെ ഒന്നും ഇല്ലെങ്കിൽ എലിയൊക്കെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ. ചിക്കൻ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം അത്രേ ഉള്ളൂ. ശശി തരൂരേ, ഫുഡ് തരൂ. മര്യാദക്ക് കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ഇതിന് സത്യം പറഞ്ഞാൽ നമ്മുടെ മറ്റേതിൻ്റെ ഫ്ലേവർ ചിക്കൻ വാങ്ങിക്കാൻ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായൊരു കാര്യം, ബീഫ് ഓർഡർ ചെയ്യാം, ചിക്കൻ്റെ ഡിഷസ് ഓർഡർ ചെയ്യാൻ പാടില്ല. കാരണം ഇതിലൊക്കെ ഫ്ലേവർ വേറെ. ചിക്കൻ സത്യം പറഞ്ഞാൽ ഒരു നമ്മളിവിടുത്തെ കരുവാടിൻ്റെ ഉണക്കമീനിൻ്റെ ഫ്ലേവറാണ് ശരിക്കും ഇവർ ഇതിൽ ചേർത്തേക്കണം തോന്നുന്നു. ചിക്കൻ്റെ ഫ്ലേവർ തരാം. പക്ഷേ ബീഫ് ഓക്കെ ആയിരുന്നു. ചിക്കൻ നമുക്കൊന്നും പറയില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. നേരത്തെ നമ്മൾ ആദ്യം മേടിച്ചത് ഓക്കെ ആയിരുന്നു. ഞാൻ അത് ചെയ്യാൻ പോവേലും ബീഫിൻ്റെ ആ ഡിഷിൻ്റെ ഗ്രേവി ഇവിടെ ഇരിപ്പുണ്ട്, അത് വെച്ച് കഴിക്കാം. ഇത് കഴിക്കാനുള്ള ഇഷ്ടപ്പെടില്ല. നമുക്കിഷ്ടപ്പെട്ടില്ല ഫ്ലേവർ. അത് ഇഷ്ടപ്പെടുന്നത് ഇവിടെ ഒരു
ജപ്പാൻ കയറി ഇരിപ്പുണ്ട്. അവനാണ് ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെടില്ല. എങ്ങനെ കഴിക്കണമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് വെയിറ്റ് എന്തായാലും ഇതും കൂടെ എങ്ങനെയെങ്കിലും നമ്മൾ കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കട്ടെ. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സന്തോഷം. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമേ അബദ്ധം പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇല്ല, പുറത്തൊന്നും അബദ്ധം പറ്റുന്നതാണ്. അതിന് ഫുഡ് ഓർഡർ ചെയ്തിട്ടൊന്നും പറയില്ല. അവർക്ക് പറ്റിപ്പോയി പറഞ്ഞൊരു കാര്യമില്ല. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു സംഭവം. ഞങ്ങൾ മാത്രമല്ല പെട്ടത്. ഇവിടെ ഇരുന്ന് ഉറച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പതിയെ പറയുന്നത്. തൊട്ടപ്പുറത്ത് ടേബിളിലാണ് അവർ. അതുകൊണ്ട് അവർ പറഞ്ഞേക്കാൻ നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മൾ പറയണത് കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ പതിയെ പറയുന്നത്. വേറെ ആളുമില്ല, വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാവരും ആദ്യത്തെ പ്രാവശ്യം ഇരിക്കാനാണ് സാധ്യത. നമ്മുടെ ഇപ്പോൾ സൈഡിൽ ഇരിക്കുന്നവർ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് മനസ്സിലാവും. സംസാരിക്കുമ്പോൾ കേട്ടോ നമ്മളെപ്പോലെയൊക്കെ തന്നെ. അപ്പുറത്തെ ഒരാളോ തിരപ്പുണ്ടാകും നമുക്ക് അറിഞ്ഞൂടാ. അപ്പം എന്തായാലും ഇത് ഫസ്റ്റും ലാസ്റ്റും ഇനി നമ്മളവിടെ വരില്ല. അവന് മാത്രം, നമ്മൾ വരില്ല. അപ്പം ഞങ്ങളത് കഴിച്ച് ഏകദേശം കുറച്ചൊക്കെ കഴിച്ചു. കുറച്ച് നേരത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവന് കൊടുക്കാം. നമ്മൾ മാത്രം പെട്ടാൽ പോരല്ലോ, അവളും കൂടി വേണമല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ അത് പാക്ക് ചെയ്തിട്ട് അവൻ കൂടെ കൊണ്ടുപോയി കൊടുത്തു. എന്താണ് അവളെ എക്സ്പ്രഷൻ എന്ന് അറിയാമല്ലോ. ഇവന് മാത്രം ഒരു കുഴപ്പമില്ല, നമുക്കൊന്നും പറ്റില്ല. അവന് മാത്രം ഒരു കുഴപ്പമില്ല, ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് കഴിക്കാൻ. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പാറൂന് അവളെ മാത്രം അങ്ങനെ സൂചിച്ചിരിക്കണ്ട, നമ്മളെ പെട്ട അവളും പെടണം. എന്തായാലും ഇനി ഒന്ന് എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തട്ടെ. ഒന്നും പറയണ്ട. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷെ ആൾക്കാർ ഒത്തിരി പറഞ്ഞു കേട്ടോ. അവർക്ക് ആദ്യമായിട്ട് പറഞ്ഞാണോ വീണ്ടും വീണ്ടും പറഞ്ഞാണോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആൾ വരുന്നുണ്ട്, മഴയുണ്ട്. അപ്പം ഞങ്ങളെ വീട്ടിലേക്ക് പോകാം. അപ്പം ഞങ്ങൾ വീടെത്തി. ഇനിയിപ്പം കുറച്ച് പാറുവിനുണ്ടെന്ന സംഭവം പാറുവിനൊന്ന് കൊടുത്തു നോക്കട്ടെ. പാറുവിന് ഇഷ്ടപ്പെടുമെന്ന് നോക്കട്ടെ. പാറുക്കുട്ടി കമോൺ. പാറു വേറെന്തോ സംഭവം എന്നൊക്കെ പറഞ്ഞ് തിന്നാൻ നിൽക്കുവാണേ. പാറു അവിടെ നില്ല വെക്കട്ടെ നോക്കട്ടെ. എന്തടി തിന്ന് ഇത് തന്നെ ഞങ്ങൾ തിന്നത്. പാറു 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 തിന്ന് പാറു. കഴി ഞങ്ങൾ ഇത് തന്നെ മക്കളെ കഴിച്ചത്, നീ കഴിച്ചോ? പാറുവിന് പിടിക്കണില്ല. തിന്നടി. പാവം പാറുവിന് കഴിക്കാൻ വയ്യ ശരിക്കും. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അവിടെ അങ്ങനെ ആളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ വരണുണ്ടായിരുന്നു. അത് ചിലവർക്ക് ഇഷ്ടപ്പെടും, നമുക്കത് ഇഷ്ടപ്പെടാത്തതാണ്. ഫുഡിന് കുഴപ്പമൊന്നുമില്ല, ഫുഡൊക്കെ ഓക്കെ. അത് ഓരോ ഫ്ലേവറല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേകത തന്നെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ ഫുഡ് പിടിക്കാത്തതിൻ്റെ ആ ഒരു ഫ്ലേവർ പിടിക്കാത്തതിൻ്റെ പ്രശ്നമേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല.
പക്ഷേ ഇപ്പം എന്തോ ഒന്നും പറയാനില്ല, നമുക്ക് പറ്റത്തില്ല അത്, അതുകൊണ്ടാണ്. പക്ഷെ ആദ്യം ഓർഡർ ചെയ്തത് ഓക്കെ ആയിരുന്നു. ആ ഒരു കൊറിയൻ എഗ് ഫ്രൈഡ് റൈസും ബീഫിൻ്റെ സംഭവം ഓക്കെ ആയിരുന്നു. പക്ഷെ ചിക്കൻ വരുമ്പോൾ അതിൽ ഈ ഒരു നമ്മുടെ ഈ ഉണക്കമീൻ്റെ ഒരു ഫ്ലേവറാണ് അതിൽ കൂടുതലും. അതായത് ഇപ്പം രണ്ടാമത് ഓർഡർ ചെയ്ത റൈസിൽ നമ്മൾ ചിക്കനായിരുന്നു, അപ്പോൾ അതിലും ആ ഫ്ലേവർ ഉണ്ടായിരുന്നു. ചിക്കൻ ഓർഡർ ചെയ്ത സംഭവത്തിലും ആ ഒരു ഫ്ലേവറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് പിടിച്ചില്ല. പാറുവിന് ഇപ്പോൾ അതാ സംഭവം, പാറുവിനും അത് ഇഷ്ടപ്പെട്ടില്ല. പാറു കുറച്ച് കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഏതായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ.